എന്നാങ്ങളെ അച്ഛനല്ലേ മോനെ? അച്ഛനുണ്ട്, വിളിക്കാം. ഒന്ന് വിളി. അച്ഛനെ തിരക്കി 2 അങ്കിളുമാര് വന്നു. സാറേ, ഞങ്ങൾ അതിലിന്റെ മരണത്തെ പറ്റി അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥർ. അകത്തോട്ടിരിക്ക. അതിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല സാർ. അപ്പൊ മോൻ മയക്കുമരുന്ന് അങ്ങനെ നാളെ വൈകിട്ടല്ലേ? ദുശീലങ്ങളുള്ളതായിട്ട് താങ്കൾക്ക് അറിയാം? എന്റെ വീട്ടിൽ അങ്ങനൊന്നുമില്ല സാർ. അപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യുന്നത് തന്നെയാണോ താങ്കളുടെ വിശ്വാസം? അതെന്താ തനിക്ക് അത്രക്കുറപ്പ്? എനിക്കൊന്നും അറിയില്ല സാർ. ഇത് ഞങ്ങൾക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയ തെളിവാ. ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാ? ആ പുറത്ത് കിടക്കുന്ന ഷർട്ടാണ് 42 സൈസ്. അപ്പൊ എങ്ങനാ? താങ്കളായിട്ട് തന്നെ പറയൂ, അതോ? ഞാൻ പറയാം സാർ. കഴിഞ്ഞ ദിവസം ഒരു 4-4:30 ആയി കാണും. ഞാൻ പരിപാടിയൊക്കെ കാണാറുണ്ട്. നന്നായിട്ടുണ്ട്. പിന്നെന്തുണ്ട് വിഷയം? വിശേഷം ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഞാനേ ഞങ്ങൾ റീലെടുക്കാനൊക്കെ കടപ്പുറത്ത് ബീച്ചിലെവിടെയൊക്കെ പോകുന്നു. അപ്പൊ മോനാണെന്ന് തോന്നുന്നു ഒരു പയ്യൻ. പിന്നെ ഞാൻ അവനെ പോലെ ഇരിക്കുന്ന, അവൻ തന്നെ ആണോന്നില്ല, അവനെ പോലെ ഇരിക്കുന്നു. അപ്പൊ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. എങ്ങോട്ടാണ് കിറ്റുമായിട്ട്? വീട്ടിലെങ്ങനെ പോയി ഇരുന്ന് പഠിക്കാതെ നീയൊക്കെ എന്റെ പ്രായമാകൂടാ, അന്ന് പഠിക്കുന്നീ. എന്റെ മോനെ കടപ്പുറം ബീച്ചിൽ പിള്ളേരുടെ കൂടെ ഒരു കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടു ഞാൻ. അതില് നീ എവിടെ പോണ്ട? ഞാനെവിടെ പോണം നിങ്ങളടുത്ത് പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് വേണം ഞാൻ പോവാൻ. അങ്ങനെ പറയുന്നത് ഇത് നിന്റെ അച്ഛനല്ലേ? അതിന് താനേതാണോ? പോടോ. നിനക്ക് പേരെടുത്ത് തരുന്ന ഞാനാടാ. ഞാൻ പറയണത് ഞാൻ അനുസരിക്കണം. നീ ഇവിടുന്ന് എങ്ങും പോകുന്നില്ല, എങ്ങും പോകണ്ട. അകത്ത് പോകും. അകത്ത് പോവാൻ. എങ്ങനെയുണ്ട് പറയാനുള്ള പറഞ്ഞാൽ ഇപ്പം പൂച്ചപ്പോലൊക്കെ പോകുന്നില്ലേ? ഇവിടെ അങ്ങനെ ഒട്ടങ്ങി കിടന്നാ പോരോ? നിനക്ക് ഉണ്ടാക്കണം എന്തിനാ? താൻ എവിടെ വെച്ചാടോ എന്നെ കണ്ടത്? നിനക്ക് എന്ത് പറ്റുന്നാണെന്ന് അറിയാൻ പറ്റില്ല. പൊന്നളിയെ ഇവിടെ സീനാണ്. ഞാനേ പിന്നെ വിളിക്കാം. ഞാൻ അങ്ങോട്ട് കടപ്പുറത്തോട്ട് വന്നാ പോരെ? സാധനം എന്തെങ്കിലും ഉണ്ട്, ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് കാണാം. നാളെ തന്നെ എല്ലാ സ്കൂളിലും എത്തിക്കണം. എറണാകുളം, ആലപ്പുഴ. ഓക്കെ? പണ്ടത്തെ പോലെയല്ല, തൂഫാനുണ്ട്. നിസ്സാരായിട്ട് കാണരുത്, സൂക്ഷിക്കണം. എത്രയും സ്കൂൾ കുട്ടികളെ നമുക്ക് ഇതിൽ അഡിക്റ്റ് ആക്കാൻ പറ്റുമോ അത്രയാക്കണം. ആദ്യം വെറുതെ കൊടുത്താൽ മതി, പിന്നീട് പൈസയായിട്ട് നമ്മുടെ പുറകെ വന്നോളൂ. ഓ നിങ്ങളാ വീട്ടിലും സ്വസ്ഥരിയല്ലേ, ഇവിടെയും സ്വസ്ഥരിയല്ലേ? ഒന്ന് പോടോ താൻ. ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല. നിനക്കിത് ആരാണ് തന്നെന്ന് വെച്ചാൽ അവരെ വിളിച്ചു വരുത്തിക്കണം. നമുക്കിത് പോലീസിലേൽപ്പിക്കണം. ഇല്ല, നീ പറയണ കേക്ക്. ഇനി ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല. ഇത് പോലീസിനെ വിളിച്ച് നമുക്ക് ഏൽപ്പിക്കാം. പോടോ താൻ. ഞാൻ പോലീസിനെ വിളിക്കും. ഞാൻ വിളിക്കും.
കുഞ്ഞുങ്ങളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഇല്ലാതാകും.